ത് എന്നൊക്കെ കരുതിയിരുന്നവർക്കൊക്കെ, അതുപോലെ തന്നെ നാലോട്ടിനു വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാർക്കുമൊക്കെ ഇനി അടുത്ത ഒരു വിവാദം അല്ലെങ്കിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് വരെ തൽക്കാലം സ്വന്തം മാളത്തിലേക്ക് മടങ്ങാം. എനിക്കിതിവിടെ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ലോകത്തിൽ ഇസ്രായേലിലും പലസ്തീൻ വിഷയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഹമാസ് എത്രയോ വർഷങ്ങളായിട്ട് അവിടെ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നു. ആ തുരങ്കങ്ങളിൽ 5 നില കെട്ടിടങ്ങൾ വരെ പണിയുന്നു. ആ കെട്ടിടങ്ങളിൽ ഹോസ്റ്റേജസിനെ കൊണ്ട് താമസിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ അവരെ നോക്കുന്നതിന് വേണ്ടിയുള്ള ഡോക്ടർമാരെ വരെ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഹമാസ്. അപ്പോൾ ഇത്രത്തോളം പ്രിപ്പറേഷൻ ഈ ഹമാസ് നടത്തുമ്പോൾ ഈ അവിടെ ഗാസയിലുണ്ടായിരുന്ന ജനങ്ങളൊക്കെ വളരെ നിഷ്കളങ്കരായിരുന്നു. ഇവർക്കിതൊന്നും അറിയില്ലായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അവർക്ക് തീർച്ചയായിട്ടും അറിയാമായിരുന്നു ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുമെന്നും കീഴ്പ്പെടുത്തുമെന്നും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കും അതിൻ്റെതായ ബെനിഫിറ്റുകൾ ഉണ്ടാവും. അവിടുത്തെ സ്ഥലവും വീടും ഒക്കെ അവർക്ക് എടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കരുതിക്കൊണ്ട് തന്നെയാണ് ഈ ഹമാസ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. എത്രയോ നാളുകളായിട്ട് ഇവിടെ എന്തെല്ലാം തരത്തിലുള്ള പ്ലാനിങ്ങുകൾ. ഇപ്പം നമ്മളൊരു ഫേസ്ബുക്കിൽ ഒരു കമൻറ്റ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കേരളത്തിലെ വീടുകൾ ഒഴിഞ്ഞു, ക്രിസ്ത്യാനികൾ നാമാവിശേഷമാകാൻ പോവുകയാണ് എന്നൊക്കെയാണ് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ വന്ന് എഴുതുന്നത്. അതിനേക്കാളെല്ലാം ഉപരി ഇനി അടുത്ത ഒരു കാര്യം നമ്മൾ ഞാൻ നോട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവാസികളോട് ഭയങ്കര വൈരാഗ്യമാണ്. വിദേശത്തിരുന്ന് സംസാരിക്കുന്നവരോടോ വിദേശത്ത് പോയവരോട് ഒക്കെ ഭയങ്കര വൈരാഗ്യമാണ്. എത്രയോ കാലമായിട്ട് പ്രവാസം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു ജീവിതചര്യയുടെ തന്നെ ഭാഗമാണ് പ്രവാസം എന്ന് പറയുന്നത്. അന്നൊന്നും നമുക്ക് പ്രവാസികളോട് ഒരിക്കലും ഒരു വൈരാഗ്യവും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പം നമ്മൾ നോക്കുന്ന എല്ലായിടത്തും വിദേശത്ത് ജീവിക്കുന്ന പ്രവാസികളോട് വളരെ ഒരു വൈരാഗ്യമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡ്യുവൽ സിറ്റിസൺഷിപ്പ് കൊടുത്തിട്ട് രാജ്യമേ അല്ല. നമുക്ക് എപ്പം വേണമെങ്കിലും തിരിച്ചു വരാം. അപ്പം ഒരു രാജ്യത്തിൻ്റെ പൗരന്മാർ അവർക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ലാത്തത്തോളം കാലം അവർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഏത് അവരുടെ സ്വത്തിനായാലും സ്വത്തുവകകളൊക്കെ ആയാലും എല്ലാ കാര്യങ്ങളും അവർ പ്രവാസിയായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അവരുടെ സ്വത്തുവകകളൊക്കെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാൻ ഒരു രാജ്യം ബാധ്യതപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് അങ്ങനെ പ്രവാസികൾക്കൊരു ഉറപ്പ് തരുന്ന, അല്ലെങ്കിൽ അവരുടെ സ്വത്തിനും ജീവനും അവരുടെ ഐഡന്റിറ്റിക്കും ഒക്കെ ഒരു ഉറപ്പ് തരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ആയിരിക്കണം ഇനി നമ്മൾ പിന്തുണയ്ക്കേണ്ടത്. അല്ലാതെ പ്രവാസികളോട് വളരെ വൈരാഗ്യം കാണിക്കുന്നു, വിദേശത്തിരുന്ന് അവരോട് സംസാരിക്കുന്നവരോട് വൈരാഗ്യം കാണിക്കുന്നു, ഇതെല്ലാം വളരെ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏതായാലും സഭ ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തീരുമാനിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇതൊക്കെ എപ്പോഴാണ് തുടങ്ങിയത് എന്ന് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ടായ ചേഞ്ചസ്, എല്ലാ വിഭാഗങ്ങളിലും ഉണ്ടായ ചേഞ്ചസ് ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു അന്വേഷണം സഭ തന്നെ മുൻകൈയെടുത്ത് നടത്തുന്നത് വളരെ നന്നായിരിക്കും. നമുക്കെല്ലാവർക്കും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിക്കുന്നതിനൊന്നും ഒരു പ്രയാസവുമില്ല. പക്ഷേ ആരുടെയൊക്കെയോ ഹിഡൻ അജണ്ട കൊണ്ട്, അധികാരമോഹം, അല്ലെങ്കിൽ ഇപ്പൊ ഷാജി പറഞ്ഞ ഒരു ജനപ്രതിനിധിയാണ്, അദ്ദേഹം പറഞ്ഞതുപോലെ മതമാണ് മുഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ ഇറങ്ങിക്കഴിഞ്ഞു കഴിയുമ്പം മറ്റുള്ളവർക്കും മതം പറയേണ്ടതായിട്ട് വരുവാണ്. വി ആർ ഫോഴ്സ്ഡ് ടു ഡു ദോ. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയത് എങ്ങനെയാണ് എന്ന് എല്ലാവർക്കും ചിന്തിക്കാനായിട്ട് ഇതൊരവസരമാകട്ടെ. അതല്ല എങ്കിൽ എത്ര ഉറക്ക കരഞ്ഞാലും തീവ്രവാദത്തിന്റെ പിടിയിലകപ്പെട്ടാൽ ഗാസ പോലെ നിലം പരിശാകും എന്നുള്ളത് ഉത്തമ ഉദാഹരണമായിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. ആ ഒരു ചിന്ത എല്ലാ മനുഷ്യർക്കും ഉണ്ടാകാനായിട്ട് ഇത് കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.